സാധാരണക്കാരന്റെ ഭാഷയിൽ എഴുതി സാധാരണക്കാരന് അനുഭവവേദ്യമാകുന്ന തരത്തിൽ നോവലുകളും ചെറുകഥകളും ഒക്കെ എഴുതിയ ഇമ്മിണി വലിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസമാണിന്ന്. അക്ഷരങ്ങൾ കൊണ്ട് മാന്ത്രികത തീർത്ത സാക്ഷാർ ബേപ്പൂർ സുൽത്താന്റെ അനശ്വര കഥാപാത്രങ്ങൾ പുസ്തകത്താളുകളിൽ നിന്നും നേരിട്ടിറങ്ങി ഈ ദിവസം വന്നാലോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് ജീവവായു നൽകി ആ പഴയ ബേപ്പൂർ മുറ്റത്തെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് വയനാട് കോട്ടനാട് UP സ്കൂൾ. അക്ഷരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സുൽത്താന്റെ ചാരുകസേരയ്ക്ക് ചുറ്റും അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ഖദീജയ്ക്ക് കമ്മൽ വാങ്ങാൻ രഹസ്യം പറയുന്ന കുഞ്ഞു ഫാത്തിമയും അതിന് ഗൗരവത്തിൽ മറുപടി നൽകുന്ന ബഷീറും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ പഴയ നിലാവുള്ള മുറ്റത്തേക്കാണ്. പ്രണയത്തിന്റെ നിലയ്ക്കാത്ത വിങ്ങലായി ബാല്യകാല സഖിയിലെ മജീദും സുഹറയും ഈ മുറ്റത്ത് വീണ്ടും കണ്ടുമുട്ടി. തോമായും ആനവാരി രാമൻ നായരും എട്ടുകാലി മമ്മൂഞ്ഞും തങ്ങളുടെ സ്ഥിരം കുസൃതികളുമായി സജീവമായപ്പോൾ മതിലുകൾക്കപ്പുറത്ത് നിന്ന് പ്രണയം പൂക്കുന്ന നാരായണിയുടെ ശബ്ദവും ഈ മുറ്റത്ത് അദൃശ്യ സാന്നിധ്യമായി നിറഞ്ഞു നിന്നു. ബഷീറിനെ കുറിച്ചുമൊക്കെ കുട്ടികൾക്ക് ഒരു അവബോധമുണ്ടാക്കുക, ആ കഥാപാത്രങ്ങളിലൂടെ കുട്ടികൾക്ക് ജീവിക്കാൻ അവസരം നൽകുക, ഇതൊക്കെ നമ്മുടെ ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഏറ്റവും ജനകീയമായ ഒരു കഥാശൈലിയാണ് ബഷീറിൻ്റേത്. തികച്ചും ഗ്രാമ്യമായ ഭാഷയിൽ ഏത് സാധാരണക്കാരനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ജീവിത അനുഭവങ്ങളെ പ്രതിപാദിക്കുന്നതാണ് ബഷീർ കൃതികൾ. അപ്പോൾ വളരെ എളുപ്പത്തിൽ മറ്റേത് കഥാപാത്രത്തെ സ്വാംശീകരിക്കുന്നതിലും വേഗത്തിൽ കുട്ടികൾക്ക് ബഷീർ കഥാപാത്രങ്ങളെ സ്വാംശീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ബേപ്പൂർ സുൽത്താനും അദ്ദേഹത്തിന്റെ മാന്ത്രിക കഥാപാത്രങ്ങളും മരിക്കുന്നില്ല. പുതിയ തലമുറയിലൂടെ അവരുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയിലൂടെ ആ കഥാപാത്രങ്ങൾ ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. ആ സുൽത്താന് കുരുന്നുകൾ നൽകുന്ന ഏറ്റവും വലിയ ആദരവാണിത്. അതെ, പുസ്തകത്താളുകൾക്കപ്പുറം ഈ കുരുന്നു മനസ്സുകളിൽ സുൽത്താനും അദ്ദേഹത്തിന്റെ പ്രിയ കഥാപാത്രങ്ങളും എന്നെന്നും ജീവിക്കുക തന്നെ ചെയ്യും. ആരും അറിയണ്ട, ആമിനും പറഞ്ഞാൽ വഴക്കിടും. ഇനി വെള്ളിക്കാക്ക പണായിട്ടൊന്നും തരണ്ട. കമ്മല് വെള്ളിയുടെയോ പൊന്നിന്റെയോ? പൊന്നിന്റെ മതി. ക്യാമറമാൻ സന്തോഷ് പിള്ളയ്ക്കൊപ്പം സാൻജോ ബേബി, മനോരമ ന്യൂസ്, വയനാട്.